2025 വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം ഹർജികൾ ഏപ്രിൽ 16 സുപ്രീം കോടതി പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. ഇതുവരെ നിയമത്തിന്റെ സാധുതയെ ചോദ്യം ചെയ്ത് 10ലധികം ഹർജികൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. എല്ലാ ഹർജികളും ചീഫ് ജസ്റ്റിസ് നയിക്കുന്ന ബെഞ്ച് പരിഗണിക്കും. അതേസമയം കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയിൽ ഒരു ക്വേവിയേറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. വഖഫ് ഭേദഗതികളെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജികളോടുള്ള കേന്ദ്രത്തിന്റെ ആദ്യ പ്രതികരണമാണിത്. എതിർകക്ഷിയായ കേന്ദ്രത്തിന് വാദം കേൾക്കുകയോ നോട്ടീസ് നൽകുകയോ ചെയ്യാതെ സുപ്രീം കോടതി ഒരു ഉത്തരവും പാസ്സാക്കരുതെന്ന് പറയുന്ന അപേക്ഷയാണ് ക്വേവിയേറ്റ്. 2025 വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചെയ്യുന്ന DMKയും കോൺഗ്രസ് എംപിയുമായ ഇമ്രാൻ പ്രതാപ് ഗർഹി തിങ്കളാഴ്ച ചോദ്യം ചെയ്തു. തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ദ്രാവിഡ മുന്നേറ്റ കഴകം, പ്രതാപ് ഗർഹിക എന്നിവരും ഇതിൽ അണിചേർന്നതോടെയാണ് ഹർജിക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത്. AIMAM പ്രസിഡന്റ് അസൗദ്ദീൻ ഒവൈസി, കോൺഗ്രസ് MP മുഹമ്മദ് ജാവേദ്, ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പുതുതായി പാസാക്കിയ നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച ജാമിയ ഉൽ ഹിന്ദ് എന്നിവർക്ക് പുറമെയാണ് ഹർജിക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത്. DMK ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി A രാജയും സുപ്രീം കോടതിയെ സമീപിച്ചു. വ്യാപകമായ എതിർപ്പുകളും ഉണ്ടായിരുന്നിട്ടും JPC അംഗങ്ങളും മറ്റ് പങ്കാളികളും ഉന്നയിച്ച എതിർപ്പുകൾ ശരിയായി പരിഗണിക്കാതെയാണ് കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി ബില്ല് 2025 പാസാക്കിയത്.